അന്തരിച്ച കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫിന്റെ ഖബറടക്കം ഇന്ന് നടക്കും. മയ്യിത്ത് നമസ്കാരം രാവിലെ 9 മണിക്ക് ബിലാൽ ബിൻ റബാ മസ്ജിദിൽ. ജനാസ നമസ്കാരത്തിന് വിപുലമായ ഒരുക്കങ്ങളുമായി വിവിധ മന്ത്രാലയങ്ങൾ. കുവൈത്തിൽ 40 ദിവസത്തെ ദുഃഖാചരണം. അന്തരിച്ച കുവൈത്ത് അമീറിന്റെ മയ്യത്ത് നമസ്കാരം ഇന്ന് രാവിലെ 9 മണിക്ക് അൽ സിദ്ദീഖ് ഏരിയയിലെ ബിലാൽ ബിൻ റബാഹ് മസ്ജിദിൽ നടക്കും. ജനാസ നമസ്കാരത്തിൽ പൊതുജനങ്ങൾക്ക് സംബന്ധിക്കാം. എന്നാൽ ഖബറടക്ക ചടങ്ങുകളിൽ ബന്ധുക്കൾ മാത്രമേ പങ്കെടുക്കുകയുള്ളൂവെന്ന് അമീറി ദിവാൻ അറിയിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് ചടങ്ങുകൾ ബന്ധുക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതെന്നാണ് സൂചനകൾ. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ ലുഹർ വരെ ബയാൻ കൊട്ടാരത്തിൽ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ മയ്യത്ത് നമസ്കാരം അവസാനിക്കുന്നതുവരെ 5-ാം റിംഗ് റോഡ് അടച്ചിടുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അമീർ ഷെയ്ഖ് നവാഫിനോടുള്ള ബഹുമാനാർത്ഥം രാജ്യത്തെ മാളുകൾ 2 ദിവസം അടച്ചിടും. ചൊവ്വാഴ്ച മുതലായിരിക്കും പതിവ് ബിസിനസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. 3 ദിവസത്തെ അവധിയെ തുടർന്ന് മെഡിക്കൽ അപ്പോയിന്റ്മെന്റുകൾ ഓരോ കേസിന്റെയും അടിയന്തര സ്വഭാവമനുസരിച്ച് പുനഃക്രമീകരിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ദുഃഖാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങളിൽ പതാക പകുതി താഴ്ത്തിക്കെട്ടി. രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചത്. 3 ദിവസത്തെ പൊതു അവധിക്ക് ശേഷം ബുധനാഴ്ച സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കും. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി.